ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇംഗ്ലണ്ടിനെതിരായുള്ള 3 ടെസ്റ്റ് മത്സരങ്ങൾക്കുള്ള ടീമിനെയാണ് ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ അപ്ഡേറ്റുകൾ പ്രകാരം ടീമിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ കാര്യം പരിഗണനയിലാണ്, അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ് കാരണം അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിൽ ഉണ്ടാവില്ല എന്നുള്ള അപ്ഡേറ്റ്സും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ടീമിൻ്റെ അപ്ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാവും. പുതിയ ടീം അംഗങ്ങൾ ആരൊക്കെ ടെസ്റ്റിൽ കളിക്കാൻ വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ടീമിനെ വലയ്ക്കുന്നത് രവീന്ദ്ര ജഡേജയുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിറ്റ്നസ്സിൻ്റെമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ടാണ് ടീം പ്രഖ്യാപനം ഇപ്പോൾ വൈകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അപ്ഡേറ്റ്സും ലഭിക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് പരിക്ക് കാരണം ശ്രേയസ് അയ്യർ 3 ടെസ്റ്റിലും ഉണ്ടാവില്ല എന്നുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്കോട്ട് ടെസ്റ്റിന് മുന്നോടിയായി KL രാഹുൽ ടീമിൽ തിരിച്ചെത്തിയേക്കും എന്നുള്ള അപ്ഡേറ്റ്സും നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നുണ്ട്. കോഹ്ലി 3ാം ടെസ്റ്റിൽ ഉണ്ടാകുമോ എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാരണങ്ങൾ കാരണം അദ്ദേഹം ഇപ്പോൾ ഈ 3 ടെസ്റ്റിലും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ടീം പ്രഖ്യാപനം ഉടനെ തന്നെ ഉണ്ടാവും. അതിനുശേഷം മാത്രമേ നമുക്ക് വ്യക്തമായുള്ള ആരൊക്കെ 3ാം ടെസ്റ്റിൽ കളിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനം വരികയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.